ഹായ് ഓൾ മലയാളം പൈത്തൺ ട്യൂട്ടോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പൈത്തൺ സ്ട്രിങ് കോൺകാറ്റിനേഷനാണ് പറയുന്നത്. അതായത് പൈത്തണിലെ രണ്ട് സ്ട്രിങ്ങുകൾ എങ്ങനെ ആഡ് ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ റെപ്പീറ്റേഷൻ, സ്ട്രിങ് റെപ്പീറ്റേഷൻ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. സ്ട്രിങ് കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രിങ് അഡിഷനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു എ ഈസ് ഈക്വൽ ടു ഞാൻ കൊടുക്കുകയാണ് ഡാറ്റ എന്ന് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് റൺ ചെയ്തു. ബി ഈസ് ഈക്വൽ ടു സ്പാർക്ക് എന്ന് റൺ ചെയ്തു. ദെൻ എനിക്കിത് ഈ രണ്ട് സ്ട്രിങ് ആഡ് ചെയ്യണം. ഓക്കെ, ഞാൻ സി എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ എന്ത് ചെയ്യാണ്, ഇത് രണ്ടും ആഡ് ചെയ്യാം. ഓക്കെ, നോർമലി നമ്മളെങ്ങനെയാണോ ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാം. എ പ്ലസ് ബി കൊടുത്തു. ഇനി എന്താണ്, നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. സി നിങ്ങൾക്ക് കാണാം കൃത്യമായിട്ട് ഡാറ്റ സ്പാർക്ക് ഇവിടെ ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഡാറ്റ കഴിഞ്ഞിട്ട് സ്പേസ് വേണം, എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകിൽ ഇവിടെ ഡാറ്റ ഇട്ടിടത്തിൽ സ്പേസ് കൊടുക്കുക. എ ഈസ് ഈക്വൽ ടു ഡാറ്റ വിത്ത് സ്പേസ് കൊടുത്തു. ദെൻ എന്താണ്, ബി സ്പാർക്ക് കൊടുത്തു, രണ്ടും ആഡ് ചെയ്യാൻ കൊടുത്തു, പ്രിൻ്റ് എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഡാറ്റ സ്പേസ് സ്പാർക്ക്. ഇനി അതല്ലെങ്കിൽ വേറൊരു വേരിയബിൾ നെയിമിലും നമുക്ക് സ്പേസ് കൊടുത്ത് ഇതിനോടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് പൈത്തണിൽ കോൺകാറ്റിനേഷൻ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റേഷൻ ചെയ്യാം അല്ലേ. ഓക്കെ, റിപ്പീറ്റേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡാറ്റ സ്പാർക്കാണ് അല്ലേ. ഞാൻ അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു എ ഈസ് ഈക്വൽ ടു ഞാൻ ഓക്കെ ജസ്റ്റ് കേരള എന്ന് കൊടുത്തു. 1 സെക്കൻഡ്. ഓക്കെ, ഞാനതിനെ എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഒരു സ്പേസ് ഇടുകയാണ്, എന്താണെന്ന് പറഞ്ഞുതരാം. ദെൻ ഞാൻ പ്രിൻ്റ് എടുക്കണം, എനിക്ക് ഇത് റിപ്പീറ്റായിട്ട് കിട്ടണം. ഓക്കെ, ഞാൻ എന്താ ചെയ്യുന്നത്, എ ഇൻറ്റു എന്ത് കൊടുക്കണം, എത്ര തവണ എനിക്ക് റിപ്പീറ്റ് ചെയ്യണം, ഞാനിപ്പോൾ 5 ടൈം കൊടുക്കുക. എന്തായി, കേരള, ഇത് ഈ ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രിങ്ങിനെ നമ്മൾ 5 തവണ റിപ്പീറ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ സ്പേസ് കൊടുത്തത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവിടെ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സ്പേസ് ഒഴിവാക്കിയാൽ എന്ത് ചെയ്യും, അത് നേരെ അത് ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്താണ് സ്ട്രിങ് റിപ്പീറ്റേഷൻ അതുപോലെ തന്നെ എന്താണ് കോൺകാറ്റിനേഷൻ ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ സ്ട്രിങ്ങിലെ ബാക്കി പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും.